നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NBKT എന്ന് പറയുന്ന ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ചാണ്. മെൻ്റലൈസർ ബിവോർഡറൻറ്റ് കിൻഡർ തെറാപ്പി. ഇതിൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. പക്ഷേ എങ്കിലും നമുക്കിത് NBKT എന്നോ ഒക്കെ പറഞ്ഞ് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു തെറാപ്പിയാണ്. ഇത് MA സൈക്കോളജിയിലെ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, സെക്കൻഡുള്ള സബ്ജക്റ്റാണ്. അതിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ ബ്ലോക്കിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. ഇതൊരു സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചിനകത്ത് വരുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡ്സാണ്. പ്രത്യേകമായിട്ടും കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതും എന്നാൽ എളുപ്പത്തിൽ എഴുതാനായിട്ട് പറ്റുന്നതുമായിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് ടെക്നിക്കാണ്. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ അത്രയും ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ടില്ല ഒന്നാമത്. പക്ഷേ എന്നൊരു എക്സാം ബേസിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ NBKT എന്ന് പറയുന്ന തെറാപ്പി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. ഇത് എന്ന് പറയുന്നത് NBKT എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് വന്നത് മൂന്ന് തിയറികളിൽ നിന്നാണ്. ഒന്ന് ഫൊണാഗിയുടെ ഒരു തിയറി ഉണ്ട്. അത് മെൻ്റലൈസേഷനാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഒരു സെൻട്രൽ തീമായിട്ട് വരുന്നത്. പിന്നെ ഫ്രോയിഡിൻ്റെ തിയറി ഉണ്ട്. പിന്നെ ബോൾബിയുടെ അറ്റാച്ച്മെൻറ്റ് തിയറി ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് തിയറികളെ ബേസ് ചെയ്തുകൊണ്ട് നെതർലാൻഡിലെ സൈക്കോ അനലിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇങ്ങനെയൊരു തെറാപ്പി ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡാണ് മെൻ്റലൈസേഷൻ എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ മെൻ്റലൈസേഷൻ എന്താണെന്ന് നോക്കാം. മെൻ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കോൺഷ്യസോ അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനകത്ത് വഴി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് തന്നെ ഒരു വ്യക്തിക്ക് അയാളുടെ തോട്ടിൻ്റെയും ആക്ഷൻ്റെയും പിന്നിലുള്ള അയാളുടെ തോട്ടിനെയും ആക്ഷനെയും മനസ്സിലാക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും തോട്ടിനെയും ആക്ഷനെയും മനസ്സിലാക്കുകയും അതിന് പിന്നിലുള്ള ഇൻറ്റേർണലായിട്ടുള്ള ഇൻറ്റൻഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ആണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ തോട്ടും ആക്ഷനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തോട്ട്സും ആക്ഷനും അതിന് പിന്നിലുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ആറ്റിറ്റ്യൂഡ്സ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരാളുടെ കഴിവ് ആണ് മെൻ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് ഈ മെൻ്റലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് ഈ ഒരു NBKT എന്ന് പറയുന്ന തെറാപ്പിക്കകത്ത് വരുന്നത്. ഈ ഒരു സാധനത്തെ ബേസ് ചെയ്താണ് ഈ NBKT എന്ന് പറയുന്ന ഒരു തെറാപ്പി തന്നെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ NBKT അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. അത് ഒരു ആഴ്ചയിൽ തന്നെ 2 മുതൽ 5 സെഷൻസ് വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകും, ടോക്ക് തെറാപ്പി അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസൊക്കെ ഈ ഒരു തെറാപ്യൂട്ടിക് പ്രോസസ്സിനകത്ത് വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന 2 കാര്യങ്ങളാണ്. ഇപ്പോൾ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ക്ലയൻറ്റിന് തെറാപ്പിസ്റ്റിനോട് തോന്നുന്ന ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, അതിപ്പം പലപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിന് തോന്നും ഈ തെറാപ്പിസ്റ്റ് തൻ്റെ പാസ്റ്റിൽ നിന്ന് വന്ന അല്ല പാസ്റ്റിൽ ഏതെങ്കിലും ഒരു ഫിഗറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫിഗറിനോടുള്ള ബന്ധം എന്ന നിലയിൽ ക്ലയൻറ്റിന് തോന്നിയേക്കാം. അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് തെറാപ്പിസ്റ്റിന് തോന്നുകയാണ്, ഓക്കെ, ഈ ക്ലയൻറ്റ് എന്ന് പറയുന്നത് തൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിലായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. തെറാപ്പിസ്റ്റും ക്ലയൻറ്റും തമ്മിലുള്ള ബന്ധത്തിനകത്ത് തെറാപ്പിസ്റ്റ് എന്ത് ചെയ്യും, ആ ഒരു ബന്ധമാക്കി കാണാനായിട്ടുള്ള ഒരു ടെൻഡൻസി. ഇതിനാണ് നമ്മൾ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സാധനങ്ങൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. മെൻ്റലൈസേഷൻ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇക്വലൻ്റ് മോഡസും പ്രെറ്റൻഡ് മോഡസും എന്ന് പറയുന്ന 2 കാര്യങ്ങൾ സംഭവിക്കണം. അപ്പോൾ ഇക്വലൻ്റ് മോഡൽസ് എന്ന് പറഞ്ഞാലും പ്രെറ്റൻഡ് മോഡൽസ് എന്ന് പറയുന്ന 2 വാക്കുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. മൊത്തത്തിൽ നമുക്ക് ഓർത്ത് വെക്കേണ്ട 3 വാക്കുകളുള്ളൂ: മെൻ്റലൈസേഷൻ, ഇക്വലൻ്റ് മോഡസും പ്രെറ്റൻഡ് മോഡസും. ഓക്കെ, അപ്പോൾ ഇക്വലൻ്റ് മോഡസ് എന്താണെന്ന് നോക്കാം. ഇക്വലൻ്റ് മോഡസ് എന്ന് പറഞ്ഞാൽ
ഒരു കുട്ടി ഈക്വലൻസ് മോഡൽസിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ദ ചൈൽഡ് ഡസ് നോട്ട് എക്സ്പീരിയൻസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഫാൻറ്റസി. അതായത് ആ കുട്ടിക്ക് റിയാലിറ്റിയും ഫാൻറ്റസിയും തമ്മിലുള്ള ഒരു വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധ്യമാകുന്നില്ല. അടുത്തത്, ഒരു കുട്ടി പ്രട്ടൻഡ് മോഡൽസിലാണ് ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഫാൻറ്റസി ബട്ട് എക്സിറ്റ് സെപ്പറേറ്റ്ലി ഫ്രം ഈച്ച് അതർ. പക്ഷേ അത് നിലനിൽക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നിലനിൽക്കുന്നത്. ചൈൽഡ് ഈസ് നോട്ട് അവെയർ ഓഫ് ദി റിയാലിറ്റി വെൻ പ്രട്ടൻഡിങ്. അത് പ്രട്ടൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ചൈൽഡ് ഈസ് നോട്ട് അവെയർ ഓഫ് റിയാലിറ്റി. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ പ്രട്ടൻഡ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മോഡൽസും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് മെൻ്റലൈസേഷൻ ഉണ്ടാകുന്നതെന്നാണ് ഈ ഒരു തെറാപ്പി പറയുന്നത്. പക്ഷേ ഈ ഒരു മെൻ്റലൈസേഷൻ പ്രോസസ്സ് എല്ലാ കുട്ടികളിലും ഒരേപോലെ സംഭവിക്കുന്നില്ല. മറിച്ച് ആ ഒരു മെൻ്റലൈസേഷൻ പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന പലതരത്തിലുള്ള ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ട്രെസ്സ്, അല്ലെങ്കിൽ ട്രോമ, ഇനിയിപ്പോൾ കെയർ ഗീവേഴ്സുമായിട്ടുണ്ടാവുന്ന റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ്, ഇതൊക്കെ ആ മെൻ്റലൈസേഷൻ പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ തെറാപ്പി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, തെറാപ്പി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെൻ്റലൈസേഷൻ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ തെറാപ്പിയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ പിന്നെ ഇമോഷണൽ റെഗുലേഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക, പിന്നെ ഇംപ്രൂവ് റിലേഷൻഷിപ്പ്, ക്ലയൻറ്റും നമ്മുടെ കുട്ടിയും പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുക, ഫോസ്റ്ററിങ് സെൽഫ് റിഫ്ലെക്സ് ഇത് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഈ ഒരു തെറാപ്പിയുടെ ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കുറേയധികം ടെക്നിക്കുകൾ ഈ തെറാപ്പിക്കകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ടെക്നിക്കുകളാണ് ഒന്നെന്ന് പറയുന്നത് അതായത് ആളുടെ ബിഹേവിയർ പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട് ആ ബിഹേവിയർ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ആളെ തന്നെ കാണിക്കുക എന്നുള്ള ഒരു രീതി. രണ്ടാമതാണ് ഇമോഷൻ ലേബലിംഗ്. ഇമോഷൻ ലേബലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ബാഡായിട്ടുള്ള ഒരു ഇമോഷൻസാണ് വരുന്നതെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ആങ്കർ. അപ്പോൾ ആങ്കർ വരുമ്പോൾ നമ്മൾ ലേബൽ ചെയ്യുകയാണ്, ഓക്കെ ഇത് ചെകുത്താൻ വരുന്നു എന്ന് നമ്മൾ ലേബൽ ചെയ്യാം. അപ്പം എന്തു ചെയ്യും, ആ ഒരു ആങ്കറിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നു. മാത്രമല്ല അത് പലപ്പോഴും ഉണ്ടാകുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഓക്കെ അത് എൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു കാരണം കൊണ്ടാണല്ലോ അതുണ്ടാവുന്നത് എന്നൊരു കുറ്റബോധം ഉണ്ടാകും പലപ്പോഴും. ആ ഒരു കുറ്റബോധത്തെ ഒഴിവാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അത് നമ്മൾ എക്സ്റ്റേണലൈസ് ചെയ്യുക, നമ്മുടെ ആ ഒരു വികാരത്തെ എക്സ്റ്റേണലൈസ് ചെയ്യുക, അത് മറ്റൊന്നായിട്ട് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട് ഇമോഷണൽ ലേബലിങ്. പിന്നെ എന്താണ്, ഇൻക്രീസിങ് കപ്പാസിറ്റി ടു കൺട്രോൾ ബിഹേവിയർ. അപ്പം ബിഹേവിയർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള മെത്തേഡ്സുകൾ, ഇപ്പം കൗണ്ടിങ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ദേഷ്യം വരുമ്പോൾ കൗണ്ട് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള ടെക്നിക്കുകൾ കൊടുക്കുക. ഇമോഷണൽ റെഗുലേഷൻ ടെക്നിക്സ്, അതായത് ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള ടെക്നിക്കുകൾ, ഇപ്പോൾ ബ്രീത്തിങ് ടെക്നിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മൈൻഡ്ഫുൾനെസ് പോലുള്ള ഒരു സെൽഫ് അവെയർനെസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകൾ. നറേറ്റീവ് സ്റ്റോറി ടെല്ലിങ്, അതായത് അയാളുടെ വികാരങ്ങളൊക്കെ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന നറേറ്റീവ് സ്റ്റോറി ടെല്ലിങ് ഉപയോഗിക്കുക. പിന്നീട് കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളും ഇമോഷൻസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മെറ്റാഫേസും അനലോഗസൊക്കെ ഉപയോഗിക്കുക. പിന്നെ അടുത്താണ് റിഫ്ലക്റ്റീവ് ഡയലോഗ്സുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും രീതികൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് NBKT എന്ന് പറയുന്ന നമ്മുടെ ഈ തെറാപ്പി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.